ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് അഖ്നസ് ബിനു ശരീഖ് റളിയല്ലാഹു അൻഹു അവർ ആ സമയത്ത് മുശ്രിക്കായിരുന്നു കേട്ടോ. റളിയല്ലാഹു എന്ന് പറയാൻ കാരണം ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അവസാനം ഞാൻ പറയും. അവർ അബൂജഹലിനെ കണ്ടുമുട്ടിയപ്പോൾ അബൂജഹലിനോട് പറയാണ്, ലൈസ ഹുന വൈരി വൈറുക യസ്മഉ കലാമന. ഇവിടെ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളെ സംസാരമൊന്നും വേറൊരാളും കേൾക്കാനില്ല. അതുകൊണ്ട് ഖബ്ബറിനി, എനിക്ക് നീ അറിയിച്ചു തരണം, അൻ മുഹമ്മദിൻ സ്വാദിഖുൻ അം കാദിബൻ. മുത്തുനബി സത്യം പറയുന്നവനാണോ കളവ് പറയുന്നവനാണോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളെ സംസാരം വേറൊരാൾ കേൾക്കാനില്ല. അവിടെ നിന്ന് അബൂജഹലിൻ്റെ മറുപടി, ഇന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് നബി ലസ്വാദിഖും വമാ കദിബ മുഹമ്മദുൻ ഖത്തുൻ. ഇന്നേ വരെ മുത്തുനബി ഒരു വിഷയത്തിലും കളവ് പറയാത്ത ആളാണ്. ആരാ പറയുന്നതെന്നറിയോ? അബൂജഹൽ. നബി തങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച വെറുപ്പുള്ള മനുഷ്യൻ പറയാണ് മുത്തുനബിയെ പറ്റിയിട്ട്, മുത്തുനബി ഇന്നേ വരെ കളവ് പറഞ്ഞിട്ടില്ല, തമാശക്ക് പോലും. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരു നേതാവ് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണം, ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണം, ഒന്നടങ്കം മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. ശേഷം കിതാബിലൊക്കെ പറയുന്നുണ്ട്, ഈ അബൂജഹലിനോട് ചോദിച്ച വ്യക്തിയുണ്ടല്ലോ, അഖ്നസ് ബിനു ശരീഖ് എന്ന വ്യക്തി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്താണ് വഫാത്തായത്. അദ്ദേഹം പിൽക്കാലത്ത് ഉന യുദ്ധത്തിൽ പങ്കെടുക്കുകയും മുസ്ലിം ആവുകയും ചെയ്ത വ്യക്തിയാണ്. അവർ വഫാത്താകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ വഫാത്ത് കാലത്താണ്. അപ്പോൾ ഈ ഒരു ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്, മുശ്രിക്കീങ്ങൾക്ക് പോലും ശത്രുക്കൾക്ക് പോലും മുത്തുനബി അൽ അമീനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ഇതുപോലെയാവണം നമ്മളും, നമ്മുടെ അയൽവാസികൾക്കും എല്ലാവർക്കും ഒരു വിശ്വസ്തനായി, ഇത് എൻ്റെ നാട്ടിലെ നല്ലൊരു മനുഷ്യനാണ് എന്ന് നമ്മളെ പറ്റിയിട്ട് ശത്രുക്കൾ പോലും പറയുന്നൊരു അവസ്ഥ നമ്മളുണ്ടാവണം. അതൊക്കെ വലിയൊരു പ്രയാസമാണെങ്കിലും മുത്തുനബിയുടെ പിൻഗാമികളാകുന്ന അനുയായികളാകുന്ന നമ്മൾക്കും അങ്ങനെ സാധിക്കണ്ടേ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.